സുജിത്ത്, നേരത്തെ നിന്ന് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും തണ്ണീർക്കൊമ്പൻ ഉള്ളത് സുജിത്ത്? ഉന്മേഷ്, ഒരു മാറ്റവുമില്ല. അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു വാഴത്തോട്ടമാണ്. ആ വാഴത്തോട്ടത്തിന് ഉള്ളിലാണ് ഈ ആനയെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെ നിന്നിരുന്ന അതേ പ്രദേശത്തേക്ക്. പക്ഷേ അല്പസമയം മുമ്പ് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ജനവാസ മേഖലയിലേക്ക് മാറി എന്നുള്ളതാണ്. ആ റോഡിലൂടെ അത് അപ്പുറം കടന്നാൽ അത് പ്രധാനപ്പെട്ട പാതയാണ്. KSRTC ഗ്യാരേജിൻ്റെ അടുത്തുള്ള പാതയാണ്. ആ പാതയിലെത്തിയാൽ ഒരുപക്ഷെ അത് കൂടുതൽ സങ്കീർണമായേനെ സ്ഥിതി. പക്ഷേ അത് എന്തുകൊണ്ടോ അത് തിരിച്ച് അത് നേരത്തെ നിന്നിരുന്ന അതേ സ്ഥലത്തേക്ക്, അതായത് ആ കൊല്ലിയിലേക്ക് തന്നെ എത്തുകയായിരുന്നു. ആ കൊല്ലിയിലേക്ക് എത്തിയപ്പോൾ വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതാനും വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഈ ആന ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വസ്തുത. ഏതാണ്ട് 9 മണിക്കൂറിലധികമായി ഈ കാട്ടാനയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. അതായത് ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ട് ഇത്രയും സമയമായിട്ടും ഒരു തരത്തിലുള്ള മയക്കുവെടി വെക്കാനുള്ള നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴി തെളിയുന്നുണ്ട്. പക്ഷേ ആളുകൾ സംയമനം പാലിച്ച് ഈ മേഖലയിൽ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കെട്ടിടങ്ങൾക്ക് മുകളിലും ഉയർന്ന പ്രദേശത്തുമെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുമുണ്ട്. പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. നോർത്തേൺ CCF ദീപ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ DFOമാരായിട്ടുള്ള മാർട്ടിൻ ലോവലും ഷജ്ന കരീമും ഇവിടെയുണ്ട്. കളക്ടർ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വനം വകുപ്പിനെതിരെ ഉയർന്നിരുന്നു. ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഇപ്പോൾ നില കൊണ്ട് നിൽക്കുന്നത്. എന്തായാലും മയക്കുവെടി വെക്കുക എന്നത് തന്നെയാണ്, ആ ദൗത്യത്തിലേക്ക് തന്നെ പോവുകയാണ് കാര്യങ്ങൾ. മയക്കുവെടിക്ക് ശേഷം ഇതിനെ കർണാടകയിലേക്ക് വനം വകുപ്പിന് തന്നെ കൈമാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച തണ്ണീർക്കൊമ്പൻ എന്ന് പേരുള്ള ഈ കൊമ്പൻ ഈ കഴിഞ്ഞ മാസം തന്നെയാണ് അതിനെ പിടികൂടിയത്. അത് വലിയ രീതിയിൽ ഹാസൻ മേഖലയെ വിറപ്പിച്ച കൊമ്പനാണ്. അതിനെ പിടികൂടിയ ശേഷം റേഡിയോ കോളർ ഘടിപ്പിക്കുമ്പോഴാണ് തണ്ണീർ എന്നുള്ള പേര് നൽകുന്നത്. കർണാടക വനംവകുപ്പാണ് ഈ പേര് നൽകിയത്. അതിനുശേഷം ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അതായത് അത് കൊണ്ടുവന്ന് നാഗർഹോള വനമേഖലയിലേക്കാണ്. നാഗർഹോള വനമേഖലയിൽ നിന്നും ഈ കൊമ്പനെ ഇവിടെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ആശങ്ക. കഴിഞ്ഞ 12 ദിവസമായി ഈ ആന കേരളത്തിൻ്റെ, അതായത് വയനാട്ടിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആളുകൾ അത്തരത്തിൽ പറയുന്നുണ്ട്. തിരുനെല്ലി സർവാണിയിൽ 12 ദിവസങ്ങൾക്ക് മുമ്പ് ആളുകൾ ഈ ആനയെ കണ്ടിരുന്നു. ഇത് വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് പറയപ്പെടുന്ന വിവരം മാത്രമാണ്. അപ്പോൾ വനംവകുപ്പ് ഇതിനെ നിരീക്ഷിക്കുകയാണ്. അതായത് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന സർവാണി പ്രദേശത്ത് 12 ദിവസം മുമ്പ് എത്തിയിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതൊരു സ്ഥിരീകരിക്കപ്പെട്ട വിവരമല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ വിവരങ്ങളുണ്ട്. നാട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ റേഡിയോ കോളർ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായ രീതിയിൽ കാണാനും അത് മനസ്സിലാക്കാനും വേണ്ടി കഴിയും. ഇത്തരത്തിലൊരു ആന ഇവിടെ വിലസുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം നൽകുകയും വനംവകുപ്പ് നിരീക്ഷിക്കുകയാണെന്നുള്ള വിവരമാണ്, മറുപടിയാണ് ലഭിച്ചതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആന അതേ സ്ഥലത്ത് തുടരുകയാണ്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ഈ വിവരം പുറത്തു വരുന്നത്. അതായത് ഈ എടവക പഞ്ചായത്തിലെ വനമില്ലാത്ത പഞ്ചായത്താണ്. ജില്ലയിലെ അപൂർവം വനമില്ലാത്ത പഞ്ചായത്തുകളിൽ ഒന്നാണ് ഈ എടവക പഞ്ചായത്ത്. എടവക പഞ്ചായത്തിൽ ഈ ആന എത്തുകയും വിവിധ സ്ഥലങ്ങളിൽ ആളുകൾ കാണുകയും ചെയ്തു. ക്ഷീരകർഷകരായിട്ടുള്ള ആളുകളും രാവിലെ ജോലിക്കിറങ്ങിയ ആളുകളും എല്ലാം തന്നെ ഈ ആനയുടെ മുന്നിൽ പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആന ഒരു തരത്തിലുള്ള അക്രമത്തിന് മുതിർന്നില്ല. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വനംവകുപ്പുകാർ എത്തിയ ശേഷം ആനയെ നിരീക്ഷിച്ചു. ആന ഇതിനിടയിൽ അത് മാനന്തവാടി നഗരസഭാ ഭാഗത്തേക്ക് നീങ്ങി. ഏതാണ്ട് 3.5 കിലോമീറ്റർ അകലെയാണ് ഈ മാനന്തവാടി നഗരസഭ. ആ മേഖലയിലേക്ക് നീങ്ങിയ ശേഷം പുഴയിലൂടെ നീന്തിക്കടന്നാണ് മാനന്തവാടി നഗരത്തിലേക്ക് എത്തിയത്. നഗരത്തിലെത്തിയ ഉടൻ തന്നെ നേരെ കയറി വന്നത് നേരെ കോടതി സമുച്ചയത്തിലേക്കാണ്. കോടതി സമുച്ചയത്തിൽ ഏതാനും സമയം അത് നിലയുറപ്പിച്ചു. കോടതി സമുച്ചയത്തിൽ നിലയുറപ്പിച്ച ശേഷമാണ് ഈ ആന പിന്നീട് അതിനെ പടക്കം പൊട്ടിച്ചും മറ്റും ഇവിടേക്ക്, അതായത് ഈ സുരക്ഷിത കേന്ദ്രം എന്ന നിലയിൽ ഈ കൊല്ലിയിലേക്ക് മാറ്റുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തത്. ആ കൊല്ലിയിൽ ഏതാണ്ട് 2 മണിക്കൂർ ആദ്യം അത് നിലയുറപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അത് സുരക്ഷിതമായൊരു കേന്ദ്രത്തെ അരികിലേക്ക് മാറി അല്പസമയം കിടന്നു. അതായത് ഏതാണ്ട് 20 മിനിറ്റ് വരെ ഈ ആന കിടന്ന ശേഷം അത് വീണ്ടും എഴുന്നേറ്റ് ഒരു ഭാഗത്തുകൂടി, അതായത് മെഡിക്കൽ കോളേജ് ആ ഭാഗത്തുകൂടെ കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ പിന്നീട് അത് തിരിച്ച് വീണ്ടും ഈ വാഴത്തോട്ടത്തിലെത്തി. ഏതാനും വാഴകൾ തിന്നു, തെങ്ങുകൾ തിന്നു, തെങ്ങിൻ തൈകളിൽ നിന്നും ഓല പൊട്ടിച്ച് അത് തിന്നു. അതിനുശേഷം ആണ് ഇത് പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിയത്. അതായത് ഈ കൊല്ലിയിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ അപ്പുറത്തുള്ള ആ പ്രദേശം വരെ ഇത് നടന്ന് നീങ്ങുകയാണ് ഉണ്ടായത്. നടന്ന് നീങ്ങിയ ശേഷം
അവിടെ ഏതാനും സമയം നിലയുറപ്പിച്ചു. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. വനം വകുപ്പുകാർ ഇതിനിടയിൽ തന്നെ ആ ഭാഗം വളഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ പടക്കം പൊട്ടിച്ച് തിരിച്ച് ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ചെയ്തില്ല. അതിനുശേഷം ഈ ആന തന്നെ തിരികെ മടങ്ങി അതേ സ്ഥലത്തേക്ക്, അതായത് നേരത്തെ എവിടെയാണോ നിലയുറപ്പിച്ചത് ആ സ്ഥലത്തേക്ക് തന്നെ ആന മടങ്ങി എത്തുന്ന മയക്കുവെടി വെക്കുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. സുജിത്ത് അവിടെ തുടരുക. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കുങ്കിയാനകൾ കൂടിയുണ്ട്. സജോയിലേക്ക് ഒന്ന് പോയതിനു ശേഷം സുജിത്തിലേക്ക് എത്താം. സജോ, കുങ്കിയാനയെ ദൃശ്യങ്ങളിൽ കാണാം. ഏത് തരത്തിൽ ഒരു ഓപ്പറേഷനാണ് അവിടെ വനംവകുപ്പ് മുതിരുന്നത് സജോ? ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് അന്തിമമായ ഒരു നിർദ്ദേശമോ തീരുമാനമോ വനം വകുപ്പ് എടുത്തിട്ടില്ല, ഏത് നിരക്ക് വേണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കുങ്കിയാനകൾ ഈ സ്ഥലത്ത് തന്നെ പ്രദേശത്ത് 2 സ്ഥലങ്ങളിലായി വിക്രത്തെയും സൂര്യയും നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ഈ 2 സ്ഥലങ്ങൾ തൊട്ടടുത്ത് തന്നെ, അതായത് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ജനവാസ മേഖലയും വാഴത്തോട്ടവും ഒക്കെ ചേർന്നൊരു പ്രദേശമാണ്. അത് ഈ മാനന്തവാടി നഗരത്തിൽ തന്നെയാണ്. ആ ചതുപ്പ് പ്രദേശത്താണ്, അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് സൂര്യയും നേരെ എതിർഭാഗത്ത് 2 ഭാഗങ്ങളിലായി ഈ 2 കുങ്കിയാനകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓപ്പറേഷൻ എങ്ങനെ വേണം ആ പ്രദേശത്ത്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ എങ്ങനെ വേണം, അപ്പോൾ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നല്ല നട്ടുച്ച സമയം പിന്നിടുന്നു, വലിയ ചൂടുണ്ട്. ഒപ്പം ഈ ഓപ്പറേഷൻ ഏത് നിലയ്ക്കാണ് അത് വേണ്ടത് എന്നതുൾപ്പെടെയുള്ളൊരു അന്തിമമായൊരു തീരുമാനം എടുത്തതിന് ശേഷമേ 2 കുങ്കിയാനകളെയും അടുത്തേക്ക്, അതായത് തണ്ണീർക്കൊമ്പൻ അടുത്തേക്ക് എത്തിക്കേണ്ടതുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അതിൻ്റെ ഭാഗമായ നിർദ്ദേശത്തിന് വേണ്ടിയാണ് ഇവിടെ അവരുടെ പാപ്പന്മാരൊക്കെ ഒപ്പം ഇവിടെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുങ്കിയാനകളോടൊപ്പം അവരുണ്ട്. 2 ഭാഗങ്ങളിലായി, ഒന്ന് ഈ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ 2 വശങ്ങളിലായി ഈ 2 കുങ്കിയാനകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്തിമമായ തീരുമാനം അറിയിച്ചതിന് ശേഷം മാത്രമേ ആ കുങ്കിയാനകളെ ഈ സ്ഥലത്തേക്ക് തണ്ണീർക്കൊമ്പൻ അടുത്തേക്ക് എത്തിക്കേണ്ടതുള്ളൂ എന്നതാണ്. അത് സംബന്ധിച്ചൊരു തീരുമാനം വേണം ഇപ്പോൾ. പക്ഷേ എന്തെങ്കിലും തരത്തിലൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. പക്ഷേ എങ്ങനെ വേണം ഓപ്പറേഷൻ എന്ന് സംബന്ധിച്ച് കൃത്യമായ പരിശോധനകളൊക്കെ നടത്തിയ ശേഷം ഒരു തീരുമാനമായിരിക്കും വനം വകുപ്പ് എടുക്കുക. ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് പറയുന്നത്. അതിനുശേഷം മാത്രം ഈ 2 ആനകളെയും അങ്ങോട്ടേക്ക് എത്തിക്കും. കാരണം ഇപ്പോൾ പരിഭ്രാന്തനോ അല്ല, ശാന്തനാണ്. ഈ തണ്ണീർക്കൊമ്പൻ വളരെ ശാന്തനാണ്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയില്ല. പക്ഷേ മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ആ നിലയ്ക്കല്ല. ആ സാന്നിധ്യം, കുങ്കിയാനകളുടെ സാന്നിധ്യം കൃത്യമായി ഉറപ്പാക്കേണ്ടതുണ്ട്. പൂർണ്ണമായും നഗരമേഖലയാണ്. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചെങ്കിലും ആളുകളുടെ വലിയ സാന്നിധ്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കേണ്ടതൊക്കെയുണ്ട്. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുങ്കിയാനകൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏത് നിലയ്ക്ക് വേണം ഇനിയുള്ള ഓപ്പറേഷൻ എന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിൻ്റെ കൂടിയാലോചനകൾ നടക്കുകയാണ്. നേരത്തെ മയക്കുവെടി വെക്കാം എന്ന് വാക്കാൽ നിർദ്ദേശം വന്നിരുന്നു. അതൊരു ഉത്തരവായി ഇറങ്ങേണ്ടതുണ്ട്. ആ ഉത്തരവിനായി കാക്കുകയാണോ വനംവകുപ്പ് എന്നാണ് അറിയേണ്ടത്. കുങ്കിയാനകൾ ആ മേഖലയിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട്. 2 കുങ്കിയാനകളെയാണ് മുത്തങ്ങയിൽ നിന്ന് എത്തിച്ചത്. തണ്ണീർക്കൊമ്പനാകട്ടെ നേരത്തെ നിലയുറപ്പിച്ച അതേ വാഴത്തോട്ടത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അല്പം സഞ്ചരിച്ച് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി മാനന്തവാടിയിലെ പ്രധാന പാതയ്ക്ക് തൊട്ടരികെ, KSRTC ഗ്യാരേജിന് തൊട്ടരികെ എത്തി മടങ്ങിയിരുന്നു. അതിനുശേഷം നേരത്തെ നിലയുറപ്പിച്ച അതേ സ്ഥലത്തേക്ക് മടങ്ങി വന്നു. ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് തണ്ണീർക്കൊമ്പൻ. കാര്യമായ പരാക്രമമൊന്നുമില്ല. 1-2 വാഴകൾ പിഴുതെറിയുന്നതും കവുങ്ങുകൾ, തെങ്ങുകൾ കടപുഴക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അതിനപ്പുറം മറ്റു വലിയ രീതിയിലുള്ള പരാക്രമങ്ങളിലേക്കൊന്നും തണ്ണീർക്കൊമ്പൻ നീങ്ങിയിട്ടില്ല. കർണാടക വനത്തിൽ നിന്നാണ് ആന എത്തിയത് എന്നത് ഇതിനോടകം സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ കാപ്പിത്തോട്ടത്തിൽ ഇറങ്ങി ഭീതി വിതച്ച ആനയെ പിടികൂടി കാട് കയറ്റുകയായിരുന്നു. അങ്ങനെ നാഗർഹോളെ വനമേഖലയിൽ നിന്ന് ഇപ്പോൾ ഈ മാനന്തവാടി പരിസരത്തേക്ക് ആന എത്തി എന്നാണ് വിലയിരുത്തൽ. ഏതായാലും റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട് ആനയ്ക്ക് എന്നുള്ളതാണ്. മയക്കുവെടി വയ്ക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഒത്തുകിട്ടുന്നില്ല. ഉത്തരവും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ അത് വൈകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ 9 മണിക്കൂറായില്ലേ ആന ജനവാസ മേഖലയിൽ എത്തിയിട്ട്, എന്നിട്ട് എന്തുകൊണ്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. സജോ, ഇപ്പോൾ കുങ്കിയാന പതുക്കെ നീങ്ങുന്നുണ്ട്. അത് ഈ തണ്ണീർക്കൊമ്പൻ്റെ അടുത്തേക്കുള്ള യാത്രയാണോ സജോ? ഉന്മേഷ്, അതിനുവേണ്ടിയുള്ള യാത്രയല്ല. അതിവിടെ ഭക്ഷണമൊക്കെ നൽകുന്നതിന് വേണ്ടി ആ പാപ്പാൻ അങ്ങോട്ട് നീക്കി നിർത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ആ ദൗത്യത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കം എന്നത് മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. ഈ കുങ്കിയാനകളുടെ നയിക്കുന്ന അവരുടെ പാപ്പാന്മാർക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഈ സ്ഥലത്ത് ഒരുങ്ങി നിൽക്കുക എന്ന നിർദ്ദേശം മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിന് തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടെ നിന്ന് അധികം ദൂരമില്ല, ഒരു 10-100 മീറ്റർ അടുത്ത് തന്നെയാണ് തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് 2 കുങ്കിയാനകളെയും 2 സ്ഥലങ്ങളിലായാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുങ്കിയാനയുണ്ട്, നേരെ എതിർഭാഗത്ത് 2ാമത്തെ കുങ്കിയാനയുമുണ്ട്. ആ ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും അങ്ങോട്ടേക്ക് നീങ്ങുക. തൽക്കാലം ഈ പ്രദേശത്തിനടുത്ത് തന്നെ ഈ
ശരി, സജോ ദേവസ്യം, ശ്രുതി തയ്യപ്പത്തുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.